നാം എല്ലാവരും ഇവിടെ സമ്മേളിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചിന്ത ഓർമ്മ ചെന്നെത്തുന്നത് നമ്മെ കടന്നുപോയ ബഹുമാന്യനായിരുന്ന ആദരണീയനായിരുന്ന നമുക്കെല്ലാം ഏറ്റവും പ്രിയങ്കരനായിരുന്ന ആന്റണി നരപ്പേലച്ഛനിലാണ്. അച്ഛൻ ഒരുപക്ഷെ നമ്മുടെ കാലം, ഞാൻ പറയട്ടെ, നമ്മുടെ കാലം കണ്ട ക്രാന്തദർശിയായ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഒരു സാധാരണ വൈദികനായി അദ്ദേഹത്തെ വിദേശത്ത് അയച്ച് സഭാധികാരികൾ പഠിപ്പിച്ചു. തിരികെ വന്ന് അദ്ദേഹം ഇടവക ശുശ്രൂഷ എന്നതുപോലെ തന്നെ തൻ്റെ ഒരു കർമ്മരംഗമാക്കി മാറ്റിയത് വിദ്യാഭ്യാസ മേഖലയാണ്. അച്ഛൻ ഏതൊക്കെ പള്ളിയിൽ ചുമതലയിൽ ഇരുന്നിട്ടുണ്ടോ ആ പള്ളിയിലൊക്കെ ഒന്നുകിൽ ഒരു ചെറിയ സ്കൂള്, അല്ലെങ്കിൽ പിൽക്കാലത്ത് വളരെ പ്രസിദ്ധമായി തീർന്നിട്ടുള്ള ഒരു ഹൈസ്കൂള്, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ചെല്ലുന്നിടത്തൊക്കെ അച്ഛൻ്റെ പാദമുദ്രകളെ പതിപ്പിച്ച ശേഷമാണ് 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷമായാലും 5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷമായാലും ആ പള്ളികളിൽ നിന്ന് ചുമതല ഒഴിഞ്ഞിരുന്നത് എന്ന് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛനോടൊപ്പം ഒട്ടേറെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ, ഒട്ടേറെ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി. ഇതുപോലെ മറ്റുള്ളവരെ കരുതുകയും പരിഗണിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുള്ള ആത്മീയ ആചാര്യന്മാർ നമുക്ക് വളരെ ചുരുക്കമാണ് എന്ന് പറയുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. അദ്ദേഹം തീർച്ചയായും നമുക്കെല്ലാവർക്കും എന്നും ഒരു പ്രചോദനമായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിത്വത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ കോളേജ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛൻ ഇവിടെ കോളേജ് സ്ഥാപിക്കുന്ന സമയത്ത് ഒട്ടേറെ എതിർപ്പുകൾ മാത്രമല്ല വിമർശനങ്ങളും കേട്ടതാണ്. പ്രത്യേകിച്ച് ഈ സ്പോർട്ടിനെ പറ്റി, ഈ കുന്നിൻപുറത്ത് പാറപ്പുറത്ത് ഈ കോളേജ് സ്ഥാപിക്കുന്നതിനെ പറ്റി അച്ഛൻ ഒട്ടേറെ വിമർശനങ്ങൾ കേട്ടിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷെ അച്ഛൻ തീരുമാനത്തെ മാറ്റിയില്ല എന്നുള്ളതാണ്. പാറ പൊട്ടിക്കുന്നതിനൊക്കെ ഒട്ടേറെ പണച്ചെലവുണ്ടായിട്ടുണ്ടാവും. പക്ഷേ അച്ഛൻ വേദപുസ്തകം പറഞ്ഞതുപോലെ പാറമേൽ പണിത ഒരു കോളേജാണ് സെന്റ് ആന്റണീസ് കോളേജ് എന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹം ആദ്യം തന്നെ പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ വരും കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വരാവുന്ന സാധ്യതകളെയൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഇത്ര ബൃഹത്തായ ഒരു ഭൗതിക മന്ദിരത്തിന് അദ്ദേഹം തുടക്കമിട്ടത്. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഗ്രാൻഡ്യൂർ. ഗ്രാൻഡ്യൂറിന് കൃത്യമായ ഒരു മലയാള പരിഭാഷ സാധ്യമാണ്. ഗ്രാൻഡ്യൂർ ഏതാണ്ട് അടുത്ത് വരുന്ന ഒരർത്ഥം പ്രൗഢമായ എന്നുള്ളതാണ്. പ്രൗഢമായ, അനന്യമായ, വേറൊരിടത്തും നമുക്ക് കാണാൻ കഴിയാത്ത ചില കെട്ടിടങ്ങളെ നോക്കി നമ്മൾ പറയുമല്ലോ, ദ ഗ്രാൻഡ്യൂർ ഓഫ് ദ ബിൽഡിംഗ്. കൃത്യമായ മലയാളമില്ല. തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിനെ നോക്കി പറയും 200 കൊല്ലം മുമ്പ് പണിത ആ കെട്ടിടം ഇപ്പോഴും എങ്ങനെയാണ് ഇത്ര പ്രൗഢമായി നിൽക്കുന്നത്. താജ്മഹലിനെ നോക്കി നമ്മൾ പറയും ദ ഗ്രാൻഡ്യൂർ ഓഫ് ദ ബിൽഡിംഗ്. കുട്ടമ്പനാറിനെ നോക്കി നമ്മളത് പറയും
അത്ഭുതങ്ങളെയൊക്കെ നോക്കി നമ്മളത് പറയും. ഇവിടെയും ഞാൻ താഴെ നിന്ന് വരുന്ന സമയത്ത് താഴെ മുതൽക്ക് ഈ കെട്ടിടം വണ്ടിയിലിരിക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ. കണ്ടുവരുമ്പോഴാണ് എൻ്റെ മനസ്സിലും ഈ വാക്ക് കടന്നത്. ഗ്രാൻഡ്യുവർ. ദ ഗ്രാൻഡ്യുവർ ഓഫ് ദിസ് ബിൽഡിംഗ്. പ്രൗഢമായ, ഗംഭീരമായ, അനന്യമായ, സമാനതകളില്ലാത്ത ഒരു മന്ദിരം അതിൻ്റെ ഭംഗിയിൽ, അതിൻ്റെ ഉറപ്പിൽ, അതിൻ്റെ ഗാംഭീര്യത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ മന്ദിരത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. രണ്ടാമത്തെ സത്യം, ഇന്ത്യയിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ ജനസംഖ്യ കണക്ക് പ്രകാരം 16 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ളവരുടെ ജനസംഖ്യ എടുത്താൽ ഇന്ത്യയിൽ ആകെയുള്ളവരിൽ 12% മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത കിട്ടുന്നത് എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ പഠിക്കാൻ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ആഴമോ അതിൻ്റെ മേന്മയോ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ള ബാക്കി 82-84% കുട്ടികൾക്കും പ്രൈമറി സ്കൂളിനപ്പുറം പോകാൻ പോലും സാധിക്കുന്നില്ല. സൗകര്യങ്ങളില്ല. അപ്പൊ നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള ഈ ഭാഗ്യത്തെക്കുറിച്ചാണ്, ഈ അനുഗ്രഹത്തെക്കുറിച്ചാണ് നിങ്ങൾ നിരന്തരം ആലോചിക്കേണ്ടത്. അപ്പോൾ പിന്നെ സമരത്തെ പറ്റി ഒന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാവുകയില്ല എന്ന് ഞാൻ വിചാരിക്കും. What should be your first priority? നിങ്ങളുടെ ഒന്നാമത്തെ പ്രയോറിറ്റിയും രണ്ടാമത്തെ പ്രയോറിറ്റിയും മൂന്നാമത്തെ പ്രയോറിറ്റിയും പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ചാൻസ് വിൽ നെവർ കം ട്വൈസ് എന്നാണ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരവസരവും നമുക്ക് രണ്ടാമത് വരുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഈ അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കാതെ ദുരുപയോഗിച്ച് കളഞ്ഞാൽ പിന്നീട് ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് യു മസ്റ്റ് മേക്ക് ഇറ്റ് യുവർ ബെസ്റ്റ് പ്രയോറിറ്റി. പഠിക്കുക. പഠിച്ച് ജയിച്ചത് കൊണ്ട് മാത്രമായില്ലെന്ന് ജയത്തിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ സംശയത്തിൻ്റെ നിഴലിലാണല്ലോ ഏത് പരീക്ഷയിലെയും ജയം. അവിടെ ജയിക്കലല്ല, whether you have the essence, whether you have the credibility, whether you have the basic concept of intelligence, അത് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അവിടെ ഡിഗ്രി കിട്ടുന്നതും റാങ്ക് കിട്ടുന്നതും ഒക്കെ സന്തോഷമാണ്. പക്ഷെ അത് മാത്രമായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. അത് മാത്രമല്ല ആയിരിക്കരുത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അളക്കാനുള്ള മാനദണ്ഡവും. KR നാരായണൻ അല്ലെ, 2 ഉദാഹരണം പറയണം. നമ്മുടെ കലാം. ഇന്ത്യ കണ്ട ഏറ്റവും ജനസമ്മതരായ 2 രാഷ്ട്രപതിമാർ. ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റേയാൾ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്നും. 2 പേരും പഠിച്ചത് മുഴുവൻ വില്ലേജ് സ്കൂളുകളിലാണ്. അവരാരും ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ യെയിൽ യൂണിവേഴ്സിറ്റിയിലോ ഒന്നും പോയി പഠിച്ചവരല്ല. അവരൊക്കെ അറക്കൽ പിതാവിന്റെ സ്കൂളിൽപ്പെട്ടവരാണെന്ന് ഞാൻ വിചാരിക്കും. പഠിച്ചത് നാട്ടിലാണ്. നാട്ടിൽ പഠിച്ചിട്ടും അവർക്ക് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്തെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ലോകമറിയുന്ന ശാസ്ത്രജ്ഞനാവാൻ കഴിഞ്ഞു, ലോകമറിയുന്ന വിദ്യാഭ്യാസ പ്രവർത്തകനാവാൻ കഴിഞ്ഞു, ലോകമറിയുന്ന അംബാസിഡർ ആവാൻ കഴിഞ്ഞു. നാരായണന് MA ഇംഗ്ലീഷ് ഓണേഴ്സിന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ അവർ 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ ബാച്ച്. 8 പേര്. അവരെല്ലാം ഇംഗ്ലീഷ് മീഡിയം അല്ല, മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നിരുന്ന കുട്ടികളാണ്.
അതുകൊണ്ട് മീഡിയത്തിൽ പോയില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയില്ല എന്ന് പറഞ്ഞ് ആരും നിലവിളിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. That is not an essential factor at all. Medium is not the criteria. ഇംഗ്ലീഷ് നന്നായി പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. മലയാളം നന്നായി പഠിച്ചിട്ടുണ്ടോ, ശാസ്ത്രം നന്നായി പഠിച്ചിട്ടുണ്ടോ, അതാണ് മാനദണ്ഡം. ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി പഠിച്ചിട്ട് കൊണ്ടക്ഷരം എഴുതാൻ അറിയാത്തതിനേക്കാൾ എത്രയോ നല്ലതാണ് മലയാളം മീഡിയത്തിൽ പഠിച്ച് നന്നായി വരിക. അതുകൊണ്ട് മീഡിയത്തെ പറ്റിയുള്ള ചിന്ത നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കുന്നത്. അതേപ്പറ്റിയുള്ള കോംപ്ലക്സ് നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. KR നാരായണൻ അംബാസിഡറായി സെക്രട്ടേറിയറ്റിലെ ഒരു ജോലി അദ്ദേഹത്തിന് നിഷേധിച്ചതാണ് ജാതിയുടെ പേരിൽ, അന്നത്തെ നിയമപ്രകാരം. പക്ഷെ രാജാവിന്റെ മഹത്വം വരുന്നത് ദിവാൻ ചെന്ന് രാജാവിനോട് ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഓണേഴ്സ് വിദ്യാർത്ഥി സെക്രട്ടേറിയറ്റിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റിൽ അപേക്ഷിച്ചിട്ടുണ്ട്, ബട്ട് യുവർ ഹൈനസ് we cannot give him the employment because of the rules എന്ന് പറഞ്ഞു. കാര്യം ശരിയാണ്, പക്ഷെ അദ്ദേഹത്തിന് ജോലി കൊടുക്കാൻ നിയമം നമ്മളെ ഇപ്പോൾ അനുവദിക്കുന്നില്ല. അവിടാണ് ശ്രീജിത്തിന് തരുന്ന അദ്ദേഹം ചോദിച്ചു, മിസ്റ്റർ രാമസ്വാമി അയ്യർ, അന്ന് CPM, മിസ്റ്റർ രാമസ്വാമി അയ്യർ, can you suggest any other means to give him a promotion? അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പ്രൊമോട്ട് ചെയ്യാനുള്ള മറ്റെന്തെങ്കിലും ഒരു വഴിയുണ്ടോ നിയമപരമായി? അപ്പോഴാണ് സർ CP-യുടെയും നന്മ. എല്ലാവരും സർ CP-യെ ദുഷ്ടനെന്നും ഏകാധിപതി എന്നും ഒക്കെ പറയും. അതൊക്കെ ശരിയുമായിരിക്കാം ഒരു പരിധി വരെ, അതൊക്കെ ചരിത്രം പറയട്ടെ. എൻ്റെ പിതാവിനെയും സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം പലപ്പോഴും നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് CP-യുടെ നന്മ ഇല്ല എന്ന് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. സത്യം സത്യമായിരുന്നു. അപ്പോഴാണ് സർ CP രാജാവിനോട് പറഞ്ഞത്, there is a മഹാരാജാസ് സ്കോളർഷിപ്പ്. അവിടെ നിയമം ജാതി നോക്കി സ്കോളർഷിപ്പ് കൊടുക്കണം എന്ന് പറയുന്നില്ല. അതുകൊണ്ട് you can award that scholarship to Narayanan so that he can go to London and have his higher education. അബ്ദുൽ കലാം നമുക്കറിയാം, അദ്ദേഹവും തിരുനെൽവേലിയിലെ ഓർഡിനറി സ്കൂളിലാണ് പഠിച്ചത്, സർക്കാർ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. ഒരു മീഡിയവുമില്ല. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ശാസ്ത്രജ്ഞനായി, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രസിഡന്റുമായി. ഇതൊന്നും നിങ്ങൾക്ക് അപ്രാപ്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പെരുവന്താനത്ത് പഠിക്കുന്നുണ്ടോ, കുട്ടിക്കാനത്ത് പഠിക്കുന്നുണ്ടോ, ഓക്സ്ഫോർഡിൽ പഠിക്കുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പഠിക്കേണ്ടതുപോലെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? പഠിക്കേണ്ടതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാരായണന്റെ കൂടെ ഉണ്ടായിരുന്നവരെ കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 8 പേരെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ ഞങ്ങളുടെ കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച പ്രൊഫസർ KM ചാണ്ടി 3 സംസ്ഥാനങ്ങളിൽ പിൽക്കാലത്ത് അദ്ദേഹം ഗവർണറായ ആളാണ്. അദ്ദേഹം മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് പോയി കോഴ്സ് ചെയ്യാറ്. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ PC അലക്സാണ്ടർ മാവേലിക്കരയിലെ മലയാളം സ്കൂൾ പഠിച്ചിട്ടാണ് അദ്ദേഹവും തിരുവനന്തപുരത്ത് പോയി യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നത്. പിൽക്കാലത്ത് അദ്ദേഹം ICS പാസ്സായി. അദ്ദേഹത്തിന്റെ ഭാര്യ അക്കാമ അലക്സാണ്ടറും ആ ബാച്ചിൽ തന്നെയായിരുന്നു. അത്തരം പ്രലോഭനങ്ങളിൽ നിങ്ങൾ വീഴണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അദ്ദേഹം അത് ഭംഗിയായി ചെയ്തു. ഗൗരവമായി തന്നെ ആ സൗഹൃദത്തെ അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. ഫെഡറൽ ബാങ്കിന്റെ സ്ഥാപകനായിരുന്ന KP ഹോർമീസ്, വേൾഡ് ബാങ്കിന്റെ ആദ്യത്തെ മലയാളി ഡയറക്ടറായിരുന്ന PM മാത്യു IAS, ഇവരെല്ലാം മലയാളം മീഡിയത്തിൽ പഠിച്ച് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ ഓണേഴ്സ് ഡിഗ്രിക്ക് ചേർന്ന് പാസ്സായി
ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ അവരവരുടെ സാന്നിധ്യത്തെ ഉറപ്പിച്ചവരാണ്. പറഞ്ഞു പോയാൽ ദീർഘമായി പോകും. ഞാനതുകൊണ്ട് ചുരുക്കട്ടെ. എനിക്ക് നിങ്ങളോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള ഈ അവസരങ്ങൾ, may I repeat, chance will never come twice at your door. നിങ്ങളുടെ വാതിലിൽ അവസരങ്ങൾ ഒരിക്കലും രണ്ടാമത് വന്ന് മുട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആദ്യത്തെ അവസരത്തെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദ്യാഭ്യാസ നയങ്ങളിലൊക്കെ മാറ്റം വരും, അതൊക്കെ സ്വാഭാവികമാണ്. യഥാർത്ഥ ഭരണകർത്താവ് കാലത്തിനൊപ്പം നടക്കുമ്പോൾ കാലത്തിനും അപ്പുറം കാണാൻ കഴിയുന്ന ആളായിരിക്കണം എന്നാണ്. നമ്മുടെ മഹാരാജാക്കന്മാരൊക്കെ ജീവിച്ച കാലത്ത് അവരുടെ ജീവിതത്തിനപ്പുറമുള്ള കാലത്തെ കാണാൻ കഴിഞ്ഞിരുന്ന ആളുകളായതുകൊണ്ടാണ് നമുക്കൊക്കെ ഇവിടെ സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ഉണ്ടായി. സർക്കാർ നേരിട്ട് നടത്തുന്ന സ്കൂളുകൾ, സ്വകാര്യ സ്കൂളുകൾക്ക് സർക്കാരിൻ്റെ ധനസഹായം. അതാണ് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥമായ സമീപനം. അതായിരിക്കണം. ഞാൻ സ്കൂൾ നടത്തിയാലും, അച്ഛൻ സ്കൂൾ നടത്തിയാലും, സിസ്റ്റർ സ്കൂൾ നടത്തിയാലും, NSS നടത്തിയാലും, SNDP നടത്തിയാലും, MES നടത്തിയാലും സർക്കാരിന് വേണ്ടിയാണ് അവർ ആ സേവനം അവിടെ ചെയ്യുന്നതെന്ന് കണ്ട് സാമ്പത്തിക സഹായങ്ങളിൽ ഭേദചിന്ത ഇല്ലാതെ പോകുന്നതാണ് യഥാർത്ഥ ഭരണാധികാരികൾക്ക് ആവശ്യമായ കാര്യം. ചുരുങ്ങിയ വാക്കുകളിൽ എത്ര ഭംഗിയായിട്ട് അദ്ദേഹം സ്വജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു എന്നുള്ളതാണ്. ശ്രീ ആന്റണി കല്ലമ്പള്ളി എനിക്ക് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽക്ക് അറിയാവുന്ന ആളാണ്. അധ്യാപകനായിരുന്നപ്പോഴും അറിയാം, ഇപ്പോൾ പ്രിൻസിപ്പലായപ്പോഴും അറിയാം. കല്ലമ്പള്ളിയുടെ ജ്യേഷ്ഠൻ പാലാ കോളേജിൽ എൻ്റെ വിദ്യാർത്ഥിയുമായിരുന്നു. അദ്ദേഹം കുറെ കാലം MLA-യുമായിരുന്നു. അതുകൊണ്ട് കല്ലമ്പള്ളിയോടുള്ള ബന്ധം എപ്പോഴും വ്യക്തിപരമായ ഒരു തലത്തിൽ കൂടിയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഷാ സാഹിത്യ വ്യുൽപ്പത്തി എന്നും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര ഭംഗിയായി അദ്ദേഹം കോമേഴ്സാണ് പഠിച്ചതെങ്കിലും എങ്ങനെയാണ് ഇത്ര ഭംഗിയായി മലയാളം പറയുന്നത് എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹം പ്രിൻസിപ്പലായി വന്നതും ഒരു ഭാഗ്യമായി കരുതാനാണ് എനിക്കിഷ്ടം. നിങ്ങളിന്ന് വിദ്യാരംഭമാണ്. നമ്മൾ തനി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ ഈ കോളേജിൽ നിങ്ങൾ ചേരുന്ന പുതിയ കോഴ്സുകളിലേക്കുള്ള നിങ്ങളുടെ പ്രവേശനമാണ്, നിങ്ങളുടെ ആരംഭമാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു സത്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണ്, Fear of God is the beginning of wisdom എന്നുള്ളത്. എല്ലാ വിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനമായി നിൽക്കുന്നത് ദൈവഭയമാണ്. എന്ന് പറയാൻ ദൈവത്തെ പേടിക്കലല്ല, ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ നിത്യമായ ചിന്തയാണ്. ഏത് വിജ്ഞാനത്തിനും അത് ആവശ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് അധ്യാപകർ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് ടു കീപ് ദ ലോർഡ് ഓൺ യുവർ റൈറ്റ് എന്നാണ് എന്ന് ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ. കീപ് ദ ലോർഡ് ഓൺ യുവർ റൈറ്റ്, ദൈവത്തെ നിന്റെ വലതുഭാഗത്ത് നിർത്തുക എന്നാണ്. വലതുഭാഗത്ത് നിർത്തുക എന്ന് പറയുന്നതിന് വലിയ അർത്ഥങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. നിങ്ങളത് അറിയാൻ പോകുന്നതേ ഉള്ളൂ.
നമുക്കറിയാം, വിവാഹ സമയത്ത് എന്തുകൊണ്ടാണ് ഭർത്താവിനെ അല്ലെങ്കിൽ വരനെ വധുവിന്റെ വലതുവശത്ത് നിർത്തുന്നത്? സ്ത്രീയെ വാമഭാഗമെന്നും പുരുഷനെ വലതുഭാഗത്ത് നിർത്തുന്നു എന്നുമാണല്ലോ നമ്മളുടെ സങ്കല്പം. The one who stands on your right is bound to protect you എന്നാണ് അതിന്റെ അർത്ഥം. ആരെ നീ നിന്റെ വലതുവശത്ത് നിർത്തുന്നുവോ അയാൾ എപ്പോഴും നിന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് കീപ് ദ ലോർഡ് ഓൺ യുവർ റൈറ്റ് എന്ന പ്രയോഗം തന്നെ വന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം ദൈവത്തെ കൂടെ നിർത്തുക. നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും വേദപുസ്തകത്തിൽ നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാർ അവരെല്ലാം മീൻപിടുത്തത്തിൽ ഒന്നാം തരം വിദഗ്ധരായിരുന്നു എന്ന് നമുക്കറിയാം. എക്സ്പേർട്സ് ഇൻ ഫിഷിംഗ്. പക്ഷെ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല എന്നാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അപ്പോഴാണ് യേശു അവരുടെ അടുത്ത് വരുന്നത്. അവർ യേശുവിനോട് പരാതി പറയും, സങ്കടം പറയുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് വെച്ചാൽ പരാതിയുടെ അടിസ്ഥാനം ഞങ്ങളിതിൽ വൈദഗ്ധ്യമുള്ളവരല്ലേ, ഞങ്ങളെ പോലെ മീൻ പിടിക്കാൻ അറിയാവുന്നവർ ഈ പ്രദേശത്ത് ആരുണ്ട് എന്നുള്ളതാണ് യേശുവിനോടുള്ള ചോദ്യം. എന്നിട്ടും ഞങ്ങൾക്ക് രാത്രി മുഴുവൻ വലയെറിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല. യേശു അവർക്ക് സമീപത്തേക്ക് ചെന്ന് നിന്നിട്ടാണ് പറയുന്നത്, യു സ്പ്രെഡ് യുവർ നെറ്റ് ടു ദിസ് സൈഡ്. ഈ വശത്തേക്ക് നീ നിന്റെ വലയെറിയുക. യേശു പറഞ്ഞ മാർഗദർശന പ്രകാരം ആ വശത്തേക്ക് അവർ വലയെറിയുകയും വല പൊട്ടുമാറ് അവർക്ക് മത്സ്യം കിട്ടുകയും ചെയ്തു എന്നാണ് വേദപുസ്തകം സാക്ഷ്യപ്പെടുന്നത്. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പിന്തുടരാനുള്ള ഏറ്റവും വലിയ തത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ, നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന ദൈവം, ആ ദൈവത്തെ നമ്മുടെ വലതുഭാഗത്ത് നിർത്തുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഹി മേ പ്രൊട്ടക്ട് ഓൾവേസ്. ഏത് കാലത്തും ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും അവൻ നമുക്ക് തൊട്ടടുത്തുണ്ട്. With trust we can ask him to protect us, to bless us, to be with us. ഇതെല്ലാം അപ്പോഴാണ് നടക്കുന്നത്. അതാണ് നമുക്ക് ഈ ദിവസം നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ പരിശീലനം ഔപചാരികമായി ആരംഭിക്കുന്ന ഇന്ന് നിങ്ങൾക്ക് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ചെയ്യാനുള്ളത് ദൈവത്തെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ അതിൻ്റെ ഉദ്ഘാടകനായി ആദരണീയനായ അറയ്ക്കൽ പിതാവ് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അറയ്ക്കൽ പിതാവ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കാർഷികമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരു വില്ലേജ് എന്ന് പറയാവുന്ന ഗ്രാമീണമായ ഒരു സ്ഥലത്ത് ജനിച്ച് പഠിച്ച് പിന്നീട് സെമിനാരിയിൽ പോയി. സെമിനാരിയിൽ നിന്നും അദ്ദേഹം ദൈവശാസ്ത്രവും വേദശാസ്ത്രവും ഒക്കെ പഠിച്ചെങ്കിലും അതിലൊന്നും അദ്ദേഹം വിദേശ രാജ്യത്ത് പോയി ഡിഗ്രികൾ സമ്പാദിക്കണമെന്നൊന്നും ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മുഖ്യമായ ഭാഗം നടന്നത് നമുക്കറിയാം പീരുമേട്ടിലാണ്. ഹൈറേഞ്ചിൽ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന, നമ്മൾ പറയുന്ന ഗോത്ര വർഗക്കാർ, ട്രൈബൽസ് എന്നൊക്കെ പറയുന്ന
ആ വിഭാഗം ആളുകളുടെ പോലും ഇടയിലാണ് അച്ഛൻ ആദ്യം പ്രവർത്തിച്ചത്. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി നമുക്കറിയാം, ആദ്യകാലത്ത് ഒട്ടേറെ സാമ്പത്തിക പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അങ്ങനെയാണ് അച്ഛൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളെ നേരിട്ടറിഞ്ഞ് അവയ്ക്ക് പ്രായോഗികമായ പരിഹാരങ്ങൾ അന്വേഷിച്ച് തന്റെ വൈദിക ശുശ്രൂഷയെ നടത്തിയ ആളാണ്. അതുകൊണ്ടാണ് സർവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അച്ഛനെ പരിശുദ്ധ സിംഹാസനം ഹോളി റോമൻ സീ മെത്രാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. പീരുമേട്ടിൽ നടന്ന ഒരു സ്വീകരണ സമ്മേളനത്തിൽ ഞാനും ക്ഷണിക്കപ്പെട്ടിരുന്നു. വൈസ് ചാൻസലറായിരുന്ന കാലത്താണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ വന്നപ്പോൾ പിതാവിനെ ത്രിവർണ പതാകകൾ കൊണ്ട് കോൺഗ്രസ്സുകാരും കാവി പതാക കൊണ്ട് BJP-ക്കാരും ഒരുപോലെ പിതാവിനെ അണിയിച്ച് പിതാവിന്റെ കൈമുത്തിയ രംഗമാണ്. സർവർക്കും ആദരണീയനായി നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു ഭാഗ്യമല്ല. അയൽക്കാരെ കാണണം എന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകളെ സ്വന്തം ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയതിന് ദൈവം നൽകിയ പ്രതിഫലം. അതുകൊണ്ടാണ് അറക്കൽ പിതാവ്, അറക്കൽ അച്ഛൻ അറക്കൽ പിതാവായി മാറിയത് എന്നുള്ളതും നമുക്കറിയാം. ഒരുപക്ഷെ ഏറ്റവും ജനകീയനായ ഒരു മെത്രാനായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ഭേദമില്ലാതെ ഇടതുപക്ഷവും വലതുപക്ഷവും BJP പക്ഷവും എല്ലാം പിതാവിനെ ആദരിച്ചതാണ്.